വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഫേഷ്യൽ ചെയ്യാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള 3 വേ ആണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോണത്. സോ അത് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് സുന്ദരന്മാരുമാകാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളെല്ലാം എക്സ്പെൻസീവ് പാർലറിൽ പോയി ആ ഫേഷ്യലൊക്കെ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്നിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നല്ല അടിപൊളി ഗ്ലോ ബ്രൈറ്റനിങ് എല്ലാം തരുന്ന ഒരു അടിപൊളി ഫേഷ്യൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് അതാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ 3 സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ഫേഷ്യൽ അല്ലെങ്കിൽ ഹോം ഫേഷ്യൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ക്ലെൻസിങ് ആണ്. സോ നമുക്കറിയാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. സോ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യാൻ എന്താ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ചെറുപയർ പൊടിയില്ല, ചെറുപയർ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം കുറച്ച് മിൽക്ക്, നല്ല പാല് എടുക്കുക, അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറുപയർ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഒരു ചെറിയൊരു എക്സ്ഫോളിയേഷൻ തരാനും നല്ല സ്കിൻ നല്ല ക്ലീൻ ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ചെറുപയർ പൊടിയും കൊണ്ടാണ് കുളിക്കുന്നത്, സോപ്പൊന്നും യൂസ് ചെയ്യാതെ. സോ നല്ലൊരു അടിപൊളി ക്ലൻസിങ് ഏജൻറ്റാണ് ചെറുപയർ പൊടി. ചെറുപയർ പൊടി ചുമ്മാ മുഖത്തിട്ടാൽ തന്നെ മുഖം നമ്മൾ കുളിക്കുമ്പോൾ സോപ്പിന് പോലൊക്കെ യൂസ് ചെയ്യാനുള്ള നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ചേഞ്ച് വരും. ഇനി നെക്സ്റ്റ് പാലാണ്. പാല് ആസ് യൂഷ്വൽ ലാക്റ്റിക് ആസിഡ് ആണ്. അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഈ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും, നെക്ക് ഒരിക്കലും മറക്കരുത്, നമ്മൾ നെക്കിലിടണം. പിന്നെ ചെവി കവറപ്പ് ചെയ്യേണ്ടവരാണെങ്കിൽ ചെവിയിലും കൂടെ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. സോ ഞാനിവിടെ ഫേസിലും നെക്കിലും ഇട്ടാണ് കാണിക്കുന്നത്. സോ ഫേസിലും നെക്കും നമ്മൾ എന്ത് മുഖത്തിട്ടാലും ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യുക. സോ നെക്കിലും ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റൊട്ടേഷനിൽ നന്നായിട്ട് പതുക്കെ ചെയ്യണം. സ്കിന്നിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അടുത്ത് നമ്മൾ എക്സ്ഫോളിയേഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട്. സോ പതുക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുഖം നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിൻ നല്ല സോഫ്റ്റ് ആവുന്നത് പോലെയും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് വന്ന പോലെയും തോന്നും. പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തോന്നും. ചെറുപയർ പൊടിയുള്ളതുകൊണ്ട് ചെറിയൊരു ബ്രൈറ്റനിങ് നന്നായിട്ട് വന്നെന്ന് തോന്നും. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ക്ലെൻസിങ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എക്സ്ഫോളിയേറ്റ് അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ. അതായത് നമ്മൾ ഒരു ജസ്റ്റ് കൈൻഡ് ഓഫ് സ്ക്രബ് പോലെയാണ്. സോ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡർ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. കാരണം എൻ്റെ ബാക്ക് യൂഷ്വലി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും അതിനകത്ത് കോഫി പൗഡർ ഏതെങ്കിലും ഒരിടത്തിൽ എപ്പോഴേലും ഒക്കെ ഉണ്ടാവും. എന്തായാലും ഒരു വീഡിയോയിൽ ഉണ്ടാവാതിരിക്കത്തില്ല കോഫി പൗഡർ. സോ കോഫി പൗഡർ ആണ് ഫസ്റ്റ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് റവയാണ്. സോ ഇവിടെ റവ എടുക്കാനുള്ള കാരണം റവയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആണെങ്കിലും എടുക്കാം കേട്ടോ, ബിക്കോസ് ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് ഇപ്പം ഷുഗർ ആണെങ്കിൽ റവ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇറിറ്റേഷൻ പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റവ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ കാരണം നമ്മൾ ഫസ്റ്റ് ചെറുപയർ എടുത്തു, അത് കഴിഞ്ഞിപ്പോൾ റവ എടുക്കുമ്പം എല്ലാവർക്കും അത് രണ്ടും ഒരു ഈ കൈൻഡ് ഓഫ് ഒരു സ്ക്രബ് പോലെ തോന്നാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് റവ എടുത്തത്. റവയാകുമ്പോൾ ഇത്തിരി ഇവിടെ സോഫ്റ്റ് ആയിരിക്കും. ഈ റവ ഇല്ല എങ്കിൽ ഷുഗർ ആണല്ലോ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഷുഗറും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പാല്. ഇത് മെയിൻലി പാല് നമ്മുടെ സ്കിന്നിനെ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് സോഫ്റ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ പാലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നോസിൻ്റെ ഇവിടെ പ്ലാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നോസിൻ്റെ ഇവിടെ എവിടെയൊക്കെയാണോ സ്ക്രബ് ചെയ്യേണ്ടത് ഫേസ് ഫുള്ള് ഇടുക. കുറച്ച് നെക്കിലും പറ്റിയിട്ട് പതുക്കെ സ്ക്രബ് ചെയ്യാവുള്ളൂ, കാരണം ഓൾറെഡി ഫസ്റ്റ് വണ്ണും ചെറിയ തരി ഉള്ളതായതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ നമ്മൾ സ്ക്രബിങ് ഇഫക്റ്റ് തന്നെയാണ്. ഇതും നമ്മൾ സ്ക്രബിങ് ഇഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പതുക്കെ ജെന്റ്ലി ഇങ്ങനെ പതുക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ മുന്നത്തെ ചെയ്തത് ക്ലൻസിങ് ചെയ്ത് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറിയ ടാപ്പ് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ്, എല്ലാം ഒരു 5 മിനിറ്റ്സ് ചെയ്താൽ മതി കേട്ടോ. 5 മിനിറ്റ്സ് നന്നായിട്ട് പതുക്കെ ജെന്റ്ലി സ്ക്രബ് ചെയ്തിട്ട് പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കുക.
വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളിപ്പോൾ പാർലറിൽ പോയാൽ അവർ നമുക്ക് സ്റ്റീം എടുക്കത്തില്ല, സ്റ്റീം എടുക്കാം. സ്റ്റീം എടുത്തിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റീം കാണിക്കുന്നില്ല. സോ സ്റ്റീം വേണമെങ്കിൽ സ്റ്റീമും ചെയ്യാൻ പറ്റും. ക്ലൻസിങ് സ്റ്റീം ചെയ്തിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ 2 സ്റ്റെപ്പ്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫേസ് പാക്കാണ്. സോ ഈ ഫേസ് പാക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ വേണ്ടത് ഇത്തിരിയും ഓട്സ് ആണ്. ഓട്സ് നമ്മൾ മിക്കവരുടെ വീട്ടിലും കാണുമല്ലോ ഓട്സ് ഒരു മാജിക് പ്രോഡക്റ്റ് ആണെന്ന് പറയും. കാരണം നമ്മുടെ റിങ്കിൾസ്, അതായത് നമ്മുടെ ഏജിങ്ങിനെയൊക്കെ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓട്സ്. സോ ഓട്സ് നമുക്കിപ്പം ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ ഓട്സ് കാച്ചൂലേ, പാലൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ട് ആ ഓട്സ് ശകലെടുത്ത് മുഖത്ത് വെച്ച് നോക്കിയാൽ പാലും ഓട്സും കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കൂലേ, അത് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ ദോശമാവൊക്കെ മുഖത്ത് വെച്ചാലും നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകളാണ് കേട്ടോ. നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഓട്സ് എടുക്കുക. ഓട്സ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് മുൾട്ടാണി മിട്ടി, എല്ലാവരുടെ കയ്യിലുണ്ടാവും മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഹണി ആഡ് ചെയ്യുക. ഈ മുൾട്ടാണി മിട്ടി നമുക്കറിയാലോ, ഫേസിൽ നമുക്ക് നല്ല ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടാനൊക്കെ മുൾട്ടാണി മിട്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ആ മിക്സ് ചെയ്യാൻ ഇത്തിരി ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹണി ഒഴിച്ചാൽ മതി. ആ ഹണി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്ക് അവിടെ റെഡിയാവും. ആ പാക്ക് റെഡി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫേസിലും എവിടേക്കാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മുഖം ഫുൾ അപ്ലൈ ചെയ്യുക. ഇപ്പം കൂടുതൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ കണ്ണിൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ചെവിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെവിയിൽ അപ്ലൈ ചെയ്യുക. നെക്കിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരുപാട് ഉണങ്ങാൻ വിടണ്ട, ചെറുതായിട്ട് ഉണങ്ങിയാൽ മതി. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പതുക്കെ നന്നായിട്ട് വെച്ചാൽ ഒരുപാട് ഹാർഷായിട്ടല്ല കേട്ടോ നന്നായിട്ട് ഞാൻ ഉദ്ദേശിക്കണം. പതുക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സ്ക്രബ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഇപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തിരി തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് പതുക്കെ മുഖം നന്നായിട്ട് എന്താ പറയുക വൈപ്പ് ചെയ്യുക. ഇതെന്തിനു നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് കുറച്ച് നല്ല ടാനും കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു വൈറ്റനിങ് ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ വൈറ്റനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ഭയങ്കര കളർ വെക്കും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചെറിയൊരു ചേഞ്ച് വരും. ഫേസ് ഇത്തിരി എന്താ പറയുക നല്ലൊരു ബ്രൈറ്റായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും പറയാറില്ല നമ്മളൊരു ബ്ലീച്ച് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ക്ലീൻ അപ്പ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്തതിന് ശേഷം 2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് പെട്ടെന്ന് തന്നെ വെയിൽ കൊള്ളരുത്. കാരണം ഇത് നമ്മൾ ചെയ്തതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് പോകും. അതുകൊണ്ടാണ് വെയിൽ കൊള്ളരുതെന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്തിട്ടും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സൺ എക്സ്പോഷർ ആവരുതെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് പോകരുതെന്നല്ല. മാക്സിമം എന്തെങ്കിലും പ്രൊട്ടക്ഷനോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. സൺസ്ക്രീനോ പിന്നെ വന്നിട്ട് എന്തെങ്കിലും സ്കാർഫ് വെച്ചൊക്കെ, അതായത് ഒരുപാട് എക്സ്പോസ് ആവാതെ സൺബേൺ അടിക്കാതെ നോക്കുക. കാരണം നമ്മൾ ചെയ്തതിന് യൂസ് ഇല്ലാതെ പോകും, നമ്മുടെ കുറച്ചുകൂടെ ഡാമേജ് ആകാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്താ പറയുക സൂര്യപ്രകാശം അടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫേഷ്യലിൻ്റെ 3 സ്റ്റെപ്സ്. ഫസ്റ്റ് ക്ലൻസിങ്, എക്സ്ഫോളിയേഷൻ ആൻഡ് പിന്നെ ഫേസ് പാക്ക്. അപ്പോൾ ഭയങ്കര ഈസി അല്ലേ നമ്മുടെ ഈ ഹോം ഫേഷ്യൽ. ഇപ്പോൾ 3 സ്റ്റെപ്പിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ചേഞ്ചും അതും ഒട്ടും എക്സ്പെൻസീവ് അല്ല ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പാക്ക് കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണ് ഞാൻ കരുതുന്നു. അതുപോലെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഇപ്പോൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന്. സോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോഴേ എനിക്കറിയുള്ളൂ അതായത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ വന്ന് ചോദിക്കുക, അതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ഇറ്റ്സ് മീ നിമിഷ. ബൈ.